നമസ്കാരം. ഉപനിഷത്ത് സെഷനിലേക്ക് വീണ്ടും ഏവർക്കും സ്വാഗതം. നമുക്ക് ആദ്യം മെഡിറ്റേഷൻ ചെയ്യാം. കണ്ണുകൾ അടച്ച് ശാന്തമായിരിക്കും. ഭൂമി മാതാവിനോടും സർവചരാചരങ്ങളോടും അന്തരീക്ഷത്തോടും കൃതജ്ഞത രേഖപ്പെടുത്തും. ഭൂമി മാതാവിൽ നിന്നുമുള്ള ഹീലിംഗ് എനർജി കാലുകളിലൂടെ പ്രവേശിച്ച് ശരീരം മുഴുവൻ വ്യാപിക്കുന്നതായും ശരീരത്തിലെ എല്ലാ ഭാഗങ്ങളെയും എല്ലാ കോശങ്ങളെയും റിലാക്സ് ചെയ്യാൻ സഹായിക്കുന്നതായും അനുഭവിക്കൂ. ഇപ്പോൾ ശരീരം പൂർണ്ണമായും റിലാക്സ്ഡ് ആയി. ഈ റിലാക്സേഷൻ ഹൃദയത്തിൽ അനുഭവിക്കൂ. ശ്വാസം ദീർഘമായി ഉള്ളിലേക്ക് എടുക്കൂ. ഹൃദയത്തിൽ സ്നേഹം നിറയുന്നതായി അനുഭവിക്കൂ. ശ്വാസം പുറത്തേക്ക് വിടുമ്പോൾ സ്നേഹം പ്രപഞ്ചം മുഴുവൻ വ്യാപിക്കുന്നതായും അനുഭവിക്കൂ. ഹൃദയത്തിൽ കുടികൊള്ളുന്ന സ്നേഹത്തിന്റെ സ്രോതസ്സിൽ നിന്നും ഉദ്ഭവിക്കുന്ന ദിവ്യപ്രകാശം മനസ്സിനെ ആകർഷിക്കുന്നതായി അനുഭവിക്കും. ആ ദിവ്യപ്രകാശത്തിൽ ധ്യാനം ആരംഭിക്കും. മനസ്സിൽ ചിന്തകൾ വരുന്നുണ്ടെങ്കിൽ മൃദുവായി അവയെ അവഗണിക്കുക. ദിവ്യപ്രകാശത്തിൽ ധ്യാനം തുടരുക. പ്ലീസ് സ്റ്റാർട്ട് മെഡിറ്റേഷൻ. ഓക്കെ, ആ കണ്ടീഷൻ ഹൃദയത്തിൽ നിലനിർത്തി പതുക്കെ കണ്ണുകൾ തുറക്കൂ. എല്ലാവരെയും ഹാർദമായി ഹാർട്ട്ഫുള്ളസ് സഹജമാർഗ് മെഡിറ്റേഷൻ സിസ്റ്റത്തിലേക്ക് സ്വാഗതം ചെയ്യുന്നു. എങ്ങനെ ജോയിൻ ചെയ്യാം എന്നത് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. നമ്മൾ ഛാന്തോക്യ ഉപനിഷത്ത് തുടരുകയാണ്. ഇന്ന് 4ാമത്തെ ചാപ്റ്റർ ആരംഭിക്കുക. സംഭാഷണപരമായ ശിക്ഷണങ്ങൾ. ആദ്യത്തെ ഖണ്ഡം ജാനശ്രുതിയുടെയും രൈവികന്റെയും കഥ. വായുവും ശ്വാസവും അവയിലേക്കുള്ള ആകർഷണങ്ങളുടെ രൂപത്തിൽ. 1ാമത്തെ ശ്ലോകം. ഓം ജാനശ്രുതിർഹ പൗത്രായണ ശ്രദ്ധോദയോ ബഹുദായി ബഹുവാക്യ സഹേ സർവത ആവസാധാൻ മയാം ചക്രേ സർവത ഏവ മേസ്യന്തീതി. ഓം ജാനശ്രുതി ഉണ്ടായിരുന്നു. അദ്ദേഹത്തിന്റെ പൗത്രൻ കുലീനനായ ദാനശീലൻ, ഉദാരൻ, ഒരുപാട് ഭക്ഷണം ഉണ്ടാക്കുന്നവൻ. അവൻ എല്ലായിടത്തും ഈ ചിന്തയാൽ വിശ്രാമ കേന്ദ്രങ്ങൾ ഉണ്ടാക്കി. എല്ലായിടത്തും ജനങ്ങൾ എൻ്റെ ഭക്ഷണം കഴിക്കും. 2ാമത്തെ ശ്ലോകം. അഥഹ ഹംസ നിശായാമതി പേതുസ്തൈവ ഹംസോ ഹംസമഭ്യുവാദ ഹോഹി ഹോഹി ഭല്ലാക്ഷ ഭല്ലാക്ഷ ജാനശ്രുതേ പൗത്രായണസ്യ രസം ദിവാ ജ്യോതിരാരതം തന്മാ പ്രസാംക്ഷിസ്ത്വ മാം പ്രഥാക്ഷീരിതി. അപ്പോൾ ഹംസങ്ങൾ രാത്രിയിൽ പറന്നപ്പോൾ ഒരു ഹംസം മറ്റൊന്നിനോട് ഇങ്ങനെ പറഞ്ഞു. ഹേ ഹ്രസ്വദൃഷ്ടി ഉള്ളവനെ, ജാനശ്രുതിയുടെ വെളിച്ചത്തിൽ അദ്ദേഹത്തിന്റെ പൗത്രൻ ആകാശത്തിൽ പരന്നു. അതിനെ സ്പർശിക്കരുത്, ഇല്ലെങ്കിൽ അതിനെ കത്തിക്കും. 3ാമത്തെ. തമുഹ പര പത്യുവാച കംവര ഏനമേതൻ സന്തം സയുഗ്വാനമിക രക്വോതോധി യോനു കഥം സയുഗ്വ രൈക്വ ഇതി. അതിനോട് മറ്റേ ഹംസം പറഞ്ഞു, വരൂ, അവൻ രൈക്വൻ എന്ന രീതിയിൽ നീ സംസാരിച്ചത് ആരാണ്? ആരെക്കുറിച്ചാണ്? ദയവായി വണ്ടിയുള്ള ആ മനുഷ്യൻ രൈക്വൻ എങ്ങനെയാണ് ഇരിക്കുന്നത്? 4ാമത്തെ ശ്ലോകം.
യഥാ കൃതായ വിജിതായ ധരേയ സംയന്ത്യേവം ഏനം സർവം തദഭിസമേതി യത്കിഞ്ച പ്രജാഃ സാധു കുർവന്തി യസ്തേദ്വേദു യത്സവേദ സ മയൈതദുക്ത ഇതി. താഴെയുള്ളവൻ, ഏറ്റവും ഉയർന്ന ഏറ് എറിയുന്നവൻ, വിജയിക്കുന്നവൻ, പ്രാണികൾ ഏതു നല്ല കാര്യങ്ങൾ ചെയ്യുന്നുണ്ടോ എല്ലാം അവനിലേക്ക് പോകുന്നു, അറിയുന്നു എന്ന് അറിയുന്നവൻ ആരായാലും ഇതേ കാര്യം ഞാൻ പറയുന്നു. അഞ്ചാമത്തെ ശ്ലോകം. യദുഹ ജാനശ്രുതി പൗത്രായണ അശ്രുശ്രാവ സഹ സംജിഹാന ഏവ ക്ഷത്താരുവാചാങ്കോര സയുഗ്വാനമിവ രൈക്വാത്യേതി യോ നു കഥം സയുഗ്വ രൈക്വ ഇതി. ജാനശ്രുതിയിലൂടെ പൗത്രൻ ഇത് ഒളിഞ്ഞു നിന്നു കേട്ടു. അവൻ എഴുന്നേറ്റപ്പോൾ സഹപ്രവർത്തകരോട് പറഞ്ഞു, ഞാൻ രൈക്വൻ ആണ്, വണ്ടിയുള്ള ആൾ ആണെന്ന രീതിയിൽ ആണ് സംസാരിക്കുന്നത്. വണ്ടിയുള്ള ആ വ്യക്തി രൈക്വനെ കുറിച്ച് പറയുമ്പോൾ എങ്ങനെയാണ്? ആറാമത്തത്. യഥാ കൃതായ വിജിതായാധരേയാഃ സംയന്യേതവമേനം സർവം തദഭിസമേതി യത്കിഞ്ച പ്രജാഃ കുർവന്തി യസ്തദ്വേദ യത്സ വേദ സ മയൈതദുക്ത ഇതി. താഴെയുള്ളവൻ എല്ലാ പകിടകളും ഉയർന്ന ഒരു ഏറിൽ എറിയുമ്പോൾ ആ വിജയിക്കുന്നവന്, ഈ വ്യക്തിക്ക് പ്രാണികൾ ചെയ്യുന്ന എല്ലാ നല്ല കാര്യങ്ങളും അവനിലേക്ക് എത്തുന്നു, അറിയുന്നു എന്ന് അറിയുന്ന ആരോടും ഞാൻ ഇത് പറയുന്നു. ഏഴാമത്തത്. സഹ ക്ഷത്താത് വിഷ്യ നാവിധമിതി പ്രത്യയാ തം ഹോവാച യത്രാരേ ബ്രാഹ്മണാസ്യാന്വേഷണ തദേനമാർച്ഛേതി. സഹപ്രവർത്തകൻ തിരിച്ചു വന്ന് ഇങ്ങനെ പറഞ്ഞു, ഞാൻ അവനെ കണ്ടില്ല. എന്നിട്ട് അവനോട് ഇങ്ങനെ പറഞ്ഞു, ബ്രാഹ്മണനെ അന്വേഷിക്കുന്ന ഇടത്തിൽ അവനെ അന്വേഷിക്കൂ. എട്ടാമത്തെ ശ്ലോകം. സോധസ്താച്ഛാകടസ്യ പാമാനം കർഷമാണമുപവോവിശ തം ഹാഭ്യുവാദ ത്വം നു ഭഗവഃ സയുവാരൈക്വ ഇത്യഹം ഹ്യരാ ഇതിഹ പ്രതിവജ്ഞേ സഹ ക്ഷത്താവിദ്ധമിതി പ്രത്യയായ. ഒരു വണ്ടിയുടെ അടിയിൽ ചൊറിയുന്ന ഒരു വ്യക്തിയെ സമീപിച്ച് അവൻ പറഞ്ഞു, നീ രൈക്വൻ ആണോ? വണ്ടിയുള്ള വ്യക്തി, അതേ ഞാൻ ആണ്. അവൻ സമ്മതിച്ചു. അതിനുശേഷം സഹപ്രവർത്തകൻ തിരിച്ചു ചെന്നിട്ട് പറഞ്ഞു, ഞാൻ അവനെ കണ്ടെത്തി. ഇപ്പൊ ഛാന്തോക്യ ഉപനിഷത്ത് വീണ്ടും പല പാരബിൾസിലൂടെ വലിയ വലിയ തത്വങ്ങൾ നമുക്ക് അവതരിപ്പിച്ചു തരണം. അപ്പൊ ഇവിടെ ജാനശ്രുതി, രൈക്വൻ എന്നുള്ള രണ്ട് വ്യക്തികളുടെ കഥയാണ് പറയുന്നത്. അപ്പൊ രണ്ട് ഹംസങ്ങൾ തമ്മിൽ സംസാരിക്കുകയാണ്. ഒരു ഹംസം മറ്റുള്ള ഹംസനോട് സംസാരിക്കുന്ന പോലെയാണ് ഇവിടെ കാണിക്കുന്നത്. ആ മനുഷ്യൻ രൈക്വൻ എങ്ങനെയാണ് എന്ന് പറയാണ്. അത് ഭൗതികമായിട്ടുള്ള ഈ ജീവിതത്തിൽ ജീവിക്കുന്ന വ്യക്തിയുടെ സ്വഭാവ ഗുണങ്ങളാണ് ഇവിടെ പരാമർശിക്കുന്നത് എന്നാണ് തോന്നുന്നത്. ഹംസം എന്ന് പറയുമ്പോൾ നമ്മൾ അരയന്നം എന്നുള്ള അർത്ഥത്തിൽ മാത്രമല്ല, അഹം സഹ, ഞാൻ അതാണെന്ന് തിരിച്ചറിഞ്ഞവൻ, പരമഹംസം. ഹംസത്തിൻ്റെ ഒരു സ്വഭാവമുണ്ട്, പാലും വെള്ളവും മിക്സ് ചെയ്ത് വെച്ചാൽ അതിന് പാല് മാത്രം എടുക്കുന്നു. അതിൻ്റെ അർത്ഥം തന്നെ അത്ര വിവേകമുള്ള ആള്. ഈ ലോകത്തിൽ ജീവിക്കുമ്പോൾ ഇതിലുള്ള എസെൻസ്, ആധ്യാത്മികമായിട്ട് എസെൻസ് അറിഞ്ഞ് ജീവിക്കുന്നവൻ, അങ്ങനെയുള്ളവരാണ് ഹംസം എന്ന് പറയുന്നത്. അപ്പൊ ഇവിടെ ഹംസം രണ്ട് മാസ്റ്റേഴ്സ് തമ്മിൽ ഡിസ്കസ് ചെയ്യുന്ന പോലെ നമുക്ക് മനസ്സിലാക്കാം. ഭൂമിയിൽ എങ്ങനെയാണ് ഒരു വ്യക്തി ജീവിക്കുന്നത്? നമ്മൾ ഒരു വണ്ടിയിൽ അറ്റാച്ച് ചെയ്ത പോലെയാണ് ജീവിക്കുന്നത്. ലോകം ഒരു വണ്ടി പോലെയാണ്, കാളവണ്ടി. ആ വണ്ടി തെളിക്കുന്ന കാളയാണ് നമ്മൾ. പക്ഷേ സാധാരണ നിലയ്ക്ക് എന്താണ്ട് ഇത്
പുട്ടിങ് ദ കാർട്ട് ബിഫോർ ദ ഹോഴ്സ് എന്ന് പറയും. വണ്ടി നമ്മളെ തെളിച്ചുകൊണ്ടിരിക്കുകയാണ്. ഈ ലോകം നമ്മളെ നയിച്ചുകൊണ്ടിരിക്കുകയാണ്. ലോകവും ലോകത്തിലെ വിഭവങ്ങളും അട്രാക്ട് ചെയ്തിട്ട് മനസ്സിനെ അങ്ങോട്ട് നയിച്ചുകൊണ്ടിരിക്കുകയാണ്. ലാലാജി മഹാരാജ് മൂഢന്മാർ എന്ന് പറയുന്നു. ശരീരം ആണ് ജീവിതത്തെ നയിക്കുന്നത്. ശരീരം നടത്തുന്ന ഈ ലോകവും. അപ്പൊ ഈ അറിവില്ലാതെ ശരിക്കും ആരാണ് നയിക്കുന്നത് എന്ന് അറിയാതെ ഇവിടെ ജീവിക്കുന്നവൻ, ഇവിടെ മാത്രം വിജയം കാക്ഷിക്കുന്നവൻ, ഇവിടെയുള്ള കളികളിൽ ഏറ്റവും ഉയർന്ന തലത്തിൽ പ്രവർത്തിക്കുന്നവൻ, അതാണ് ഇവിടെ രൈക്വൻ എന്നുള്ള അർത്ഥത്തിൽ പറയുന്നത് എന്നാണ് മനസ്സിലാവുന്നത്. അപ്പൊ അങ്ങനെ ഒരു വ്യക്തി എങ്ങനെയായിരിക്കും? ഒളിഞ്ഞു നിന്ന് കേട്ടു, കാര്യങ്ങൾ നേരിട്ട് ഗ്രഹിച്ചിട്ടില്ല. ഈ ഭൂമിയിൽ നടക്കുന്ന കാര്യങ്ങളുടെ കേട്ടറിവ് ശരിക്കുള്ള ജ്ഞാനമാക്കി മാറ്റിയിട്ടില്ല, അതിനെ ശരിക്കും സ്വാംശീകരിച്ചിട്ടില്ല. അപ്പൊ ഈ വണ്ടിയുടെ അടിയിലിരിക്കുക എന്നാണ്, ലോകത്തിന്റെ അടിയിൽ കുടുങ്ങിയിരിക്കുകയാണ്. അവിടെ ഇരുന്നിട്ട് ഇവിടെ ഉള്ള സുഖങ്ങൾ അനുഭവിച്ചിട്ട് ചൊറിയുന്നു. പരാമർശ ഓരോ ദിവസം പറയും, ചൊറിയുന്ന സമയത്തല്ല സുഖമാണെന്ന്, പിന്നെ വേദനിക്കാതെ. ലോകം അങ്ങനെയാണ്. ലോകത്തിലെ സന്തോഷങ്ങൾ തൽക്കാലം സുഖമാണ് തോന്നും, പക്ഷെ അത് വേദനിക്കാതെ. ശരിയായിട്ടുള്ള ഒരു ജ്ഞാനി ഇവിടെയുള്ള എക്സ്പീരിയൻസസിനല്ല സുഖവും ദുഃഖവും എന്ന് മനസ്സിലാക്കാതെ സ്വീകരിക്കുന്നവനാണ് ഈ തലത്തിനെ ട്രാൻസെൻഡ് ചെയ്യുന്നത്, ഈ ഭൗതിക ലോകത്തിനെ ട്രാൻസെൻഡ് ചെയ്യുന്നത്. അപ്പൊ ഈ ലോകമായിട്ട് നമ്മൾ ഇന്ററാക്ട് ചെയ്യുമ്പോൾ എങ്ങനെയാണ് ഇന്ററാക്ട് ചെയ്യേണ്ടത്? കോൺവെർസേഷന്റെ കാര്യമാണ്. ബോഡി ഈ ലോകമായിട്ട് ഇന്ററാക്ട് ചെയ്യുമ്പോൾ എങ്ങനെയാണ് നമ്മുടെ മനസ്സിരിക്കേണ്ടത് എന്നുള്ളത് നമുക്ക് പഠിപ്പിച്ചു തരാണ്. അപ്പൊ അത് അറിഞ്ഞു എന്നറിയുന്നവനോട് ഞാൻ പറയുന്നതാണ്, മാസ്റ്റർ പറയുന്നത്. എല്ലാവരോടും ഇത് പറഞ്ഞാൽ മനസ്സിലാവില്ല. ഈ തരത്തിലുള്ള അറിവ്, അതായത് ഈ ലോകമല്ല നിങ്ങളെ നയിക്കുന്നത്, നിങ്ങൾ ശരിക്കും ലോകത്തിൽ നയിക്കുന്നത്, നിങ്ങൾ മാസ്റ്റേഴ്സ് ഓഫ് ഡെസ്റ്റിനിയാണ് എന്ന് തിരിച്ചറിയാൻ താല്പര്യമുള്ളവർക്ക് ഞാൻ പറഞ്ഞു കൊടുക്കും എന്നാണ് ഇവിടെ സൂചിപ്പിക്കുന്നത്. ഇത്രയും പറഞ്ഞുകൊണ്ട് ഇന്നത്തെ ഡിസ്കഷൻ ഇവിടെ അവസാനിപ്പിക്കുന്നു. അടുത്ത സെഷൻ വരേക്കും വിട വാങ്ങുന്നു. നന്ദി, നമസ്കാരം.